പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്ത് യുദ്ധത്തിൽ ഇതുവരെ പരാജയപ്പെടാത്ത 5 രാജ്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെന്ന്. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് കാനഡയാണ്. വടക്കൻ അമേരിക്കൻ രാജ്യമായ കാനഡ 1865 സ്വാതന്ത്ര്യമായത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായി തന്നെയായിരുന്നു കാനഡ സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷം നിരവധി യുദ്ധങ്ങളിൽ കാനഡ പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടന്റെ അധീനതയിലായതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഏർപ്പെട്ട ഒരുവിധം എല്ലാ യുദ്ധങ്ങളിലും കാനഡയും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം, അതുപോലെ തന്നെ കൊറിയൻ യുദ്ധം, കൂടാതെ 2001 അഫ്ഗാനിസ്ഥാൻ കീഴടക്കലും. ഈ യുദ്ധങ്ങളിൽ ഒന്നിലും തന്നെ കാനഡയ്ക്ക് അവരെ പേഴ്സണലായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലാണ്. ബ്രസീൽ സ്പാനിഷ് കോളനി ആയതിനാൽ തന്നെ സ്പാനിഷ് അല്ലെങ്കിൽ സ്പെയിൻ പങ്കെടുത്ത യുദ്ധങ്ങളിലും ബ്രസീൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ 1825 അർജന്റീന ബ്രസീൽ യുദ്ധം, ഇതുകൂടാതെ 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം എന്നിവയിലും മുന്നണികളുടെ ഭാഗമായി ബ്രസീൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊന്നിലും തന്നെ ബ്രസീലിന് പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ല. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ നമുക്കറിയാം ബ്രിട്ടന്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. കാനഡയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയക്കും ബ്രിട്ടൻ പങ്കെടുത്ത ഒരുവിധം എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഒരു സൈനിക ആക്രമണത്തിനും ഇതുവരെ ഇരയാകേണ്ടി വന്നിട്ടില്ല. അവർ കോളനിവൽക്കരണത്തിന് മാത്രമാണ് കീഴ്പ്പെടേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു സൈനിക ആക്രമണത്തിന് ഓസ്ട്രേലിയ ഇതുവരെ ഇരയാകേണ്ടി വന്നിട്ടില്ല. ബ്രിട്ടന്റെ അധീനതയിലായിരുന്നതിൽ കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയിലെ യുദ്ധത്തിലും അതുപോലെ ബോക്സർ യുദ്ധം ചൈനയിൽ നടന്നപ്പോഴും 1ാം ലോകമഹായുദ്ധത്തിലും 2ാം ലോകമഹായുദ്ധത്തിലും വിയറ്റ്നാം യുദ്ധത്തിലുമെല്ലാം തന്നെ ഓസ്ട്രേലിയ ബ്രിട്ടന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ കൊറിയൻ യുദ്ധത്തിലും അതുപോലെ തന്നെ 2001 അഫ്ഗാനിസ്ഥാൻ ഇൻവേഷനിലും ഓസ്ട്രേലിയ പങ്കാളിയായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാം യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രേലിയ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളതാണ് വിയറ്റ്നാം. മോഡേൺ വിയറ്റ്നാം ഇതുവരെ ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല. വിയറ്റ്നാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് വിയറ്റ്നാം യുദ്ധം തന്നെയാണ്. വിയറ്റ്നാം യുദ്ധം നടന്നത് 1955 മുതൽ 1975 വരെയാണ്. നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും തമ്മിലായിരുന്നു യുദ്ധമെങ്കിലും മെയിനായിട്ട് നോർത്ത് വിയറ്റ്നാമിൻ്റെ ഭാഗത്ത് സോവിയറ്റ് യൂണിയനും ചൈനയുമായിരുന്നു. സൗത്ത് വിയറ്റ്നാമിൻ്റെ ഭാഗത്താണെങ്കിൽ അമേരിക്ക, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, തായ്ലാൻഡ് മുതലായ രാജ്യങ്ങളുമായിരുന്നു. യുദ്ധം അവസാനിച്ചത് നോർത്ത് വിയറ്റ്നാമിൻ്റെ വിജയത്തോടു കൂടിയും ഐക്യ വിയറ്റ്നാമിൻ്റെ രൂപീകരണത്തോടു കൂടിയുമായിരുന്നു. സോഷ്യലിസ്റ്റ് വിയറ്റ്നാമാണ് പുതുതായി രൂപം കൊണ്ടത്. ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇസ്രായേൽ. 1948 രൂപീകരിച്ചതിന് ശേഷം നിരവധി യുദ്ധത്തിൽ ഇസ്രായേൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഒന്നിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. തുടക്കത്തിൽ തന്നെ 2 ഫലസ്തീൻ ഇൻതിഫാദ യുദ്ധങ്ങളിലാണ് പങ്കെടുത്തത്. പിന്നീട് പറയപ്പെട്ട പ്രധാനപ്പെട്ട യുദ്ധമാണ് 1967 6 ദിന യുദ്ധം. ഇത് ഇസ്രായേലും അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ മുതലായ രാജ്യങ്ങളുമായിട്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയം കൈവരിച്ചു. പിന്നീട് 1973 യോം കിപ്പോർ വാറിലും ഇസ്രായേൽ പങ്കെടുത്തു. ഇതിൽ എതിർപക്ഷത്തുണ്ടായിരുന്നത് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, സൗദി അറേബ്യ, ലിബിയ മുതലായ അറബ് രാജ്യങ്ങളായിരുന്നു. വലിയൊരു നിര തന്നെ എതിർഭാഗത്തുണ്ടായിട്ടും ഇസ്രായേലിന് വിജയം കൈവരിക്കാൻ സാധിച്ചു. ഈ 5 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു യുദ്ധം പോലും തോൽക്കാത്ത ലോകത്തുള്ള 5 രാജ്യങ്ങൾ. ഇതുകൂടാതെ ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലൻഡ്, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, അങ്കോള, കേപ്പ് വെർദെ, ബോട്സ്വാനിയ തുടങ്ങിയ രാജ്യങ്ങളും ലോകത്ത് ഒരു യുദ്ധത്തിൽ പോലും പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ല. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.